സിനുജി, ഈ ബംഗ്ലാദേശിൻ്റെ സ്ഥിതിഗതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇടക്കാല സർക്കാർ വരുന്നുണ്ട്, മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവിടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് ഇന്ത്യയാണ്. അവർ ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇവിടെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഇവരെ ഇപ്പോൾ രാഷ്ട്രീയമായി ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു നിലപാടുകൾ, കാരണം കേസുകൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഇനി എന്താണ് ഈ ഹസീനയുടെ ഭാവി? ഇന്ത്യയും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്, കാരണം ഇന്ത്യക്ക് ആരെയും പിണക്കാനും കഴിയില്ല. ഹസീനയെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ പിണക്കാനും കഴിയാത്തൊരു സ്ഥിതിഗതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായിരിക്കും ഇനി ഹസീനയുടെ ഒരു ഭാവി? തന്നെ ഈ ആരെയും പിണക്കാതെയുള്ള നയതന്ത്രമാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ തന്നെ 2 സഭകളിലും പറഞ്ഞു, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാപങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഇന്ത്യ തയ്യാറല്ല. അത് വേറൊരു കാര്യം. അപ്പോൾ ഷെയ്ഖ് ഹസീന അവിടെ നിൽക്കാൻ പറ്റാതിരുന്നപ്പോൾ ഇന്ത്യയിലേക്ക് വരട്ടെ അല്ലെങ്കിൽ അഭയം തേടട്ടെ എന്ന് ചോദിച്ചു. മാത്രമല്ല ആ ബംഗ്ലാദേശിലെ ഭരണകൂടം കൂടി അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ത്യ അവരിങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് വന്നോട്ടെ എന്ന് പറയുമ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ അഭയം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു താൽക്കാലിക ഒന്ന് തങ്ങാനുള്ള ഒരു സ്ഥലം. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടിലേക്ക് പോകണം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം എന്നൊക്കെയാണ്. പക്ഷേ അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ നിലപാട് മാറ്റി. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളുണ്ട്. ഈ കേസിന് ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ചുരുക്കം പറഞ്ഞാൽ ബ്രിട്ടനും അമേരിക്കയും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാധ്യതയായി തീരുന്നത് ഇന്ത്യക്കാണ്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഇന്ത്യ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വിദേശ ശക്തികൾ ഒരുപാട് നമുക്കറിയാം. അമേരിക്കയാണ് ഇതിനകത്ത് ഫണ്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു കലാപം നടന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കലാപം നടത്തിയത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സമരം നടത്തുമ്പോൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിയാണ്. ഒപ്പം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ പിന്തുണയും സാമ്പത്തിക സഹായം നൽകുന്ന അമേരിക്കയാണ്. അപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അവർ ശ്രമിക്കും. മാത്രമല്ല പാക് ചൈന അച്ചുതണ്ട് അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അതിജീവിക്കാനും ഇന്ത്യ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഖ് ഹസീനയെ എത്ര നാൾ ഇവിടെ നിർത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ അടുത്ത ശ്രമം എന്ന് പറയുന്നത് ഒന്ന് ഈ ഖത്തറിൽ പോകണം, അല്ലെങ്കിൽ സൗദി അറേബ്യ പോകണം, അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകണം. പക്ഷെ ആരും ഇതുവരെ ഏൽക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രമല്ല, ഈ ഷെയ്ഖ് ഹസീനയുടെ സഹോദരിയുടെ മകനുണ്ട്, അവർ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണ്. അതുകൊണ്ടാണ് ഇവർ അവിടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ എതിരാളിയായിട്ടുള്ള മുൻ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ദിവസം തന്നെ അവർ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചു. മാത്രമല്ല അവരെ മോചിപ്പിച്ചാൽ അവർ പ്രധാനമന്ത്രിയാവുമെന്ന് തന്നെ കരുതുന്നുണ്ടോ? ഇല്ല. അതാരായിരിക്കും പിന്നെ പ്രധാനമന്ത്രിയാവുക? പ്രധാനമന്ത്രി ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയും കൂടെ സമ്മതിച്ചുകൊണ്ട് മുഹമ്മദ് യൂനസ് തന്നെ വരാനുള്ള സാധ്യതയാണ്. കാരണം ഇന്ത്യയുമായി കൂടുതൽ അടുപ്പമുള്ളത് മുഹമ്മദ് യൂനസിനാണ്. പക്ഷെ അപ്പോഴും യൂനസിന് ഷെയ്ഖ് ഹസീനയോട് വലിയ അടുപ്പമില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ ഇന്നലെ നിലപാട് വ്യക്തമാക്കി വന്നിട്ടുണ്ട്. കാരണം ഈ സംവരണത്തിൽ ഇത്ര പ്രതിഷേധമുണ്ടാക്കുകയും വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാത്ത ഒരാളെ ഇന്ത്യ സംരക്ഷിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട് എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ആ സാഹചര്യം കൂടി നിലനിൽക്കെ സത്യത്തിൽ ഇന്ത്യയാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. കാരണം ഈ ആരെയും ഇന്ത്യക്ക് പിണക്കാനും കഴിയില്ല, എന്നാലൊട്ട് ഇവരെ എടുത്ത് തലയിൽ വെക്കാനും കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുക. മാത്രമല്ല സിനോജി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തു, ഈ ഷെയ്ഖ് ഹസീന ചെയ്ത പാപങ്ങളിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല. അവർ അഭയം ചോദിച്ചു, ഞങ്ങളത് കൊടുത്തു. അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ഊഷ്മള ബന്ധത്തിന്റെ പുറത്ത് ഒരു അഭയം കൊടുത്തു എന്നതിലപ്പുറം ഷെയ്ഖ് ഹസീന ചെയ്ത പാവങ്ങളിലോ അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലോ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ, അതായത് ചൈനയാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ വാണിജ്യപരമായ ഇടനാഴി അത് ബംഗ്ലാദേശിൻ്റെ ഒരു സ്ഥലം നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് ചൈന. അപ്പോൾ ചൈനയ്ക്ക് അല്ലെങ്കിൽ ചൈനയോട് പ്രാമുഖ്യമുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വന്നാൽ ചൈനയ്ക്ക് വാണിജ്യപരമായും മാത്രമല്ല ബംഗ്ലാദേശിനെ കയ്യിൽ ഒതുക്കാനും ഒക്കെ ചൈനയ്ക്ക് കഴിയുമെന്നുള്ള ഒരു ബോധ്യം കൂടെ ചൈനയ്ക്ക് അവിടെയുണ്ട്. പക്ഷെ അതിന് അത്തരത്തിലൊരു നിലപാടിലേക്ക് ബംഗ്ലാദേശിന്റെ നിയന്ത്രണം കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഇന്ത്യ സമ്മതിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. അപ്പോഴും ഒരു ചോദ്യം നമ്മൾ ആദ്യം ചോദിച്ചത് തന്നെയാണ്, എന്താകും ഹസീന ഷെയ്ഖ്? അതിൻ്റെ പ്രധാന പ്രശ്നമാണ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആൾ പ്രധാനമന്ത്രിയായി വരുന്നു. അതായത് മുഹമ്മദ് യൂനിസ് വരണം എന്ന് അവിടുത്തെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മുഹമ്മദ് യൂനിസ് വരുന്നു, അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ വരാൻ തയ്യാറാണ്, ഞാൻ പ്രധാനമന്ത്രി ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാത്രമല്ല ഈ നോബൽ സമ്മാന ജേതാവാണ്, സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങളും അദ്ദേഹത്തെ അംഗീകരിച്ചേക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ കലാപങ്ങൾ ഇപ്പോൾ
അപ്പോഴും അവസാനിക്കുന്നില്ല. അവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് മൊത്തം നശിപ്പിക്കുന്നു, മന്ത്രിമാരുടെ വസതികൾ ആക്രമിക്കുന്നു, ഷേഖ് ഹസീനയുടെ ഔദ്യോഗിക വസതി ആക്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ദാരിദ്ര്യത്തിലാണ്. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ കൊള്ള അടിക്കുക അല്ലെങ്കിൽ കൊള്ളിവെപ്പ് നടത്തുക, ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രശ്നം, അല്ലെ അത് ചെയ്യേണ്ടത്. അപ്പോൾ പാകിസ്ഥാനും ചൈനയും പുറകുവശത്ത് നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, ഒപ്പം അമേരിക്ക ഫണ്ടിങ്ങും ചെയ്യുന്നു. അപ്പം ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചൈനയ്ക്ക് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഒരു തുറമുഖമുണ്ട്. അപ്പം ഈ തുറമുഖം ഉള്ളത് കൊണ്ട് അവിടുത്തെ കടലിലെ മേഖലയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്ത്യ അവിടെ തുറമുഖത്ത് അല്ലെങ്കിൽ ഒരു തുറമുഖം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ആ ഒരു മേധാവിത്വം കിട്ടരുതെന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചൈന ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പണി നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇനി ഇത്രയേ ഉള്ളൂ, ഈ ഷേഖ് ഹസീന എന്ന് പറയുന്ന ഒരാൾ രാഷ്ട്രീയ അഭയമില്ലാതെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചേക്കുന്നത് പെട്ടെന്ന് ഈ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. കാരണം ഇവർ ചോദിച്ചപ്പോൾ ഇന്ത്യ എന്താ അഭയം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുമായിട്ട് മാറി മാറി വരുന്ന എല്ലാ ബംഗ്ലാദേശ് സർക്കാരും നല്ല ബന്ധത്തിലാണ്. ആ ബന്ധം പുലർത്തിയുകൊണ്ട് തന്നെയാണ് ഇത്തവണ മൂന്നാമത്തെ തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഷേഖ് ഹസീന വന്നിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഷേഖ് ഹസീന വന്നു. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഷേഖ് ഹസീനയ്ക്ക് മാത്രമേ ഉള്ളൂ ബന്ധം, ബംഗ്ലാദേശിലെ മറ്റാളുകൾക്ക് അത്രയും ബന്ധമില്ല. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച് രൂപം കൊള്ളുന്നതിന് എല്ലാ സഹായം ചെയ്തത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയോടൊരു കടപ്പാടുണ്ട്. ഒപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ പാകിസ്ഥാന്റെ പിന്തുണ ഇവരൊക്കെ ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ജയശങ്കർ പറയുന്ന പോലെ ഞങ്ങൾ ഇതിന്റെ പാപഭാരം ഏറ്റെടുക്കില്ല. ഈ ഷേഖ് ഹസീന ചെയ്തത് തെറ്റാണ്, കുറ്റമാണ്. അവർ ആ സാധനങ്ങളൊക്കെ ചെയ്യും. മാത്രമല്ല കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വിദേശ അപ്പൊ ഞാൻ എന്തിനാ വെറുതെ ഇതിനകത്ത് ശ്രമിക്കുന്നത്? അപ്പൊ ഇന്ത്യ വെറുതെ അതിനകത്ത് ഇൻവോൾവ് ആകണ്ട എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇത് പ്രതിപക്ഷ കക്ഷികളുമായിട്ട് എസ് ജയശങ്കറും പ്രധാനമന്ത്രിയും ഒക്കെ ചർച്ച നടത്തിയിരുന്നു, നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം. അപ്പൊ സ്വാഭാവികമായി രാഷ്ട്രീയ അഭയം കൊടുത്തു. രാഷ്ട്രീയ അഭയം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. എല്ലാ കാലത്തും അത് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അങ്ങനെ കൊടുത്താൽ ബംഗ്ലാദേശിലുള്ളവർ തന്നെ ഇന്ത്യയുമായി ചിലപ്പോൾ അകലാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ പറഞ്ഞത് ഏറ്റവും പ്രധാന പോയിന്റാണ്. ഷെയ്ഖ് ഹസീനയുമായിട്ട് മാത്രമേ ഇന്ത്യക്ക് ബന്ധമുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരുമായിട്ട്. ബംഗ്ലാദേശിലുള്ളവർക്ക് ഇന്ത്യയുമായി അത്ര അടുപ്പം ഉണ്ടാകണമെന്നില്ല ഷെയ്ഖ് ഹസീനയെ പോലെ. പ്രത്യേകിച്ച് അവർ അത്രയും പാപങ്ങൾ ചെയ്ത് അവിടെ ഒരു ബംഗ്ലാദേശിനെ കലാപഭൂമിയാക്കിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുന്ന രാജ്യത്തോട് പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾക്കൊരു ശത്രുതാ മനോഭാവം തോന്നാനും ഇടയുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ ഷേഖ് ഹസീന എന്ന് പറയുന്ന ആള് ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ പെട്ടെന്ന് വന്നോളൂ എന്നാ പറയുന്നത്, അല്ലെ എവിടെ വരണം എങ്ങനെ വരണമെന്നൊന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവരെ രക്ഷപ്പെടാനായിട്ട് അവിടുത്തെ പട്ടാളം അനുവദിക്കുകയും ചെയ്തു. ഒരു 45 മിനിറ്റ് തരാം നിങ്ങൾക്ക്, നിങ്ങൾ അതിനുള്ളിൽ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. അപ്പം ആ പാക് സൈന്യം, അതായത് പട്ടാള മേധാവിയും ഈ ഷേഖ് ഹസീനയും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവരെ സഹായിച്ചത്. അല്ലെങ്കിൽ ഇവരുടെ ഔദ്യോഗിക വസ്തുവിന് പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കലാപകാരികൾ ചെന്ന് ഇവരെ കൊല്ലാം. ഒരുപക്ഷെ ഈ ഷേഖ് ഹസീനയുടെ പിതാവിനെയും 3 സഹോദരന്മാരെ ഉൾപ്പെടെ 40 പേരെ പണ്ട് കൊന്നതാണ് ഇതുപോലെ. അപ്പോൾ അന്ന് ഷേഖ് ഹസീന എന്ന് പറയുന്ന ഈ ആള് ജർമ്മനിയിലായിരുന്നു. അത് ഭർത്താവ് ജർമ്മനിയിൽ ജോലി ചെയ്യാണ്ട് അവർ അവിടെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ടാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഇവർ ഈ ജയിൽവാസം ഭീഷണിയുണ്ട്, പട്ടാള അട്ടിമറി ഭീഷണിയുണ്ട്. ഇതെല്ലാം കടന്നിട്ടാണ് 20 വർഷം പ്രധാനമന്ത്രിയായി നിന്ന്. നമുക്കറിയാം മാർഗരറ്റ് താച്ചർ, ഇന്ദിരാഗാന്ധി, ഇവരൊക്കെയാണ് ലോകം അറിയുന്ന ധീരയായ അല്ലെ കരുത്തരായ വനിതകൾ. പക്ഷെ അതേ തലത്തിലേക്ക് ഈ ഷേഖ് ഹസീന വന്നില്ല. പക്ഷേ 20 വർഷം അവർ ഭരിച്ചു. അപ്പം 20 വർഷം അവിടെ ഭരിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ആ രാജ്യത്തിന് വലിയ പുരോഗതി അല്ലെങ്കിൽ ചെറുതല്ലാത്ത പുരോഗതി ഉണ്ടാക്കാൻ ഷേഖ് ഹസീനയ്ക്ക് സാധിച്ചു. പക്ഷേ അവരെ എല്ലായ്പ്പോഴും ഈ എതിർക്കുന്ന ഒരു നിലപാട് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും മറ്റ് പാർട്ടികൾ, പ്രതിപക്ഷ കക്ഷികളൊക്കെ സ്വീകരിച്ചു. അതിനോട് അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അവർ ഈ പറയുന്ന സംവരണ നിയമമാണ് ഇത് ഈ കലാപത്തിന്റെ പ്രശ്നം. അപ്പോൾ ഈ സംവരണ നിയമത്തിൽ സുപ്രീം കോടതി പറയുകയാണ് സംവരണത്തിൽ ഇപ്പോൾ ഒരു സ്റ്റേ അനുവദിക്കുകയാണ്. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങൾ ഇനി ഇത്തരത്തിൽ സംവരണം ഉദാരമാക്കി നൽകാൻ സാധിക്കില്ല. ഇതാണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കോടതി പറഞ്ഞത്. അപ്പോൾ ഷേഖ് ഹസീനയ്ക്ക് അത് കേട്ടിട്ട് ശരി ഞാൻ അതിന് ചേഞ്ച് വരുത്തിക്കോളാം, ഞാൻ മാറ്റങ്ങൾ വരുത്തിക്കോളാം എന്ന് പറഞ്ഞാൽ മതി. ഷേഖ് ഹസീന അതല്ല ചെയ്തതും. അവർ വീണ്ടും ഒരു കലാപത്തിനുള്ള കോപ്പ് കൂട്ടി. അപ്പം തൽക്കാലത്തേക്ക് ഒരാഴ്ച ഈ സമരവും കലാപമൊക്കെ നിന്നേണ്ട 100ഓളം പേര് മരിച്ചതിന് ശേഷമാണ് പിന്നെ പെട്ടെന്നൊരാവശ്യം ഉയരുകയാണ്. എന്താ വെച്ചാൽ ഷേഖ് ഹസീന രാജിവെക്കണം, അതായത് പ്രധാനമന്ത്രി രാജിവെക്കണം. ആദ്യത്തെ സംവരണം മാറ്റണമെന്നായിരുന്നു, പിന്നെ പ്രധാനമന്ത്രി രാജിവെക്കണം. അപ്പം കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അത് അമേരിക്കയുടെ ആയിരിക്കാം, പാകിസ്ഥാൻ്റെ ആയിരിക്കാം, ചൈനയുടെ ആയിരിക്കാം. അപ്പോൾ ഇവർക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുക, പ്രക്ഷോഭത്തിലൂടെ കലാപം അഴിച്ചുവിടുക. അപ്പം വലിയൊരു കലാപം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആ രാജ്യത്തിന് ഭയങ്കര അസ്ഥിരത. ഇപ്പം നമുക്കറിയാം ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഈ 3 അയൽ രാജ്യങ്ങളാണ്. അതിൽ ഇന്ത്യ മാത്രമാണ് ശക്തമായ ജനാധിപത്യ രാജ്യം. ഈ ബംഗ്ലാദേശ് ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ എപ്പോഴും പട്ടാള അട്ടിമറി നടത്തും.
അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ജനാധിപത്യം വരും. അപ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ബംഗ്ലാദേശോട് ഇനി ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ളതിനകത്ത് ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പം അത് മറ്റ് ലോകരാജ്യങ്ങൾ എടുക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും ഇന്ത്യ ഇനി മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുക. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് ഷെയ്ഖ് ഹസീനയുടെ ഭാവി എന്ന്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാൻ ഇന്ത്യ അല്ലാതെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല. കാരണം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.